സുഹൃത്തുക്കളെ, ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ലോക പരിസ്ഥിതി ദിനം പ്രമാണിച്ച് ഒരു ചിന്ത നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. 2 ആഴ്ച മുമ്പ് വരെ കേരളത്തിൽ എന്തായിരുന്നു ചൂട്? അസഹനീയമായി വിടായിരുന്നില്ലോ. 40 ഡിഗ്രി വരെ കേരളത്തിൽ എത്തിയില്ലേ. എന്നാൽ വടക്കേ ഇന്ത്യയിലോ ഇപ്പോഴും ചൂട് കൂടിക്കൊണ്ടേയിരിക്കുന്നു. 40-50 പിന്നിട്ട് 52 ഡിഗ്രിയും കഴിഞ്ഞ് അവിടെ ജനങ്ങൾ ദുരിതാവസ്ഥ അനുഭവിക്കുക. എത്രയോ മനുഷ്യരാണ് ഉഷ്ണതരംഗം പറ്റി മരിക്കുന്നത്. മനുഷ്യർ മാത്രവും മൃഗങ്ങളും പക്ഷികളും എല്ലാവരും വെള്ളം കിട്ടാനില്ല. ഓരോ വർഷവും നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്നതല്ലാതെ കുറയുന്ന ലക്ഷണവും ഇല്ല. ഇനി നമുക്ക് കേരളത്തിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ എടുക്കാം. ആ വേനൽക്കാലം കഴിയും നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ മഴയായി, മൺസൂണായി, ടെമ്പറേച്ചർ താഴ്ന്നു. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ ആ മണ്ണിനോടൊപ്പം മനുഷ്യരും മൃഗങ്ങളും ഒഴുകിപ്പോവുക. അതിൽ കുറേ പേർ മരിക്കുന്നു, കുറേ പേര് പരിക്കേൽക്കുന്നു. ജീവിച്ചിരിക്കുന്നവരോ അവർ കീറിക്കിടക്കാൻ വീടില്ല, അവർ കൃഷിസ്ഥലങ്ങൾ നശിക്കുന്നു. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇത്തരം പ്രകൃതി നാച്ചുറൽ കലാമിറ്റീസ് എല്ലാ വർഷവും തുടർക്കഥയായി മാറുകയല്ലേ. ഇതിൻ്റെയൊക്കെ പിന്നിൽ പല കാരണങ്ങളുണ്ടാവും. പക്ഷെ ആ കാരണങ്ങളൊരു പ്രധാന കാരണം വനനശീകരണമല്ലേ. ഇപ്പോൾ ചോദിക്കും, വനം ഞങ്ങളാരും നശിപ്പിച്ചില്ലല്ലോ, വനം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇവിടെ അരുതല്ലേ, അതിലെ കാറ്റുവെള്ളം വായിക്കുകയല്ലേ, മരം വെട്ടുന്ന കാട്ടിൽ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ എത്രയും മരം ഉണ്ടായിരുന്നൊരു കാലത്തല്ല, 10-20 കൊല്ലം മുമ്പ് വരെയൊക്കെ മരങ്ങൾ ഉണ്ടായിരുന്നു. റോഡിൽ നമ്മൾ വെയിലില്ല, അവർക്ക് വരുകയും വീടുകളിലെല്ലാം തന്നെ ഇഷ്ടംപോലെ മരങ്ങളുണ്ടായിരുന്നില്ലേ, പിന്നെ പച്ചപ്പുണ്ടായിരുന്നില്ലേ. ഇതൊക്കെ ആരും ഇവിടെ കാറ്റുവെള്ളന്മാരല്ലല്ലോ. നമ്മൾ തന്നെ വീട് വയ്ക്കാനും ടൈലിടാനും അതുപോലെ മനോഹരമാക്കുന്നതിനും വേണ്ടി നമ്മൾ മരമെല്ലാം വിട്ട് നശിപ്പിക്കുന്നു. നിസ്സാര കാരണങ്ങൾ പറഞ്ഞല്ലേ വരപ്പ് കിട്ടിയത്. വേര് താഴേക്ക് വരുന്ന സെപ്റ്റ് ടാങ്ക് പൊട്ട, അതുപോലെ ഇല വീഴും, ടൈൽ വൃത്തികളാവും, കാറ്റുവന്നിരുന്ന് കാഷ്ടിക്കും. ഇതുപോലെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞല്ലേ അറിയുന്നത്. നമ്മൾ നശിപ്പിച്ച് വെട്ടിക്കാലത്. ഇനി വെട്ടിയതിൻ്റെ എണ്ണ കൊടുക്കുക. ഞങ്ങൾ പറയും നട്ടുവെന്ന് പറയും. ഒന്ന് നട്ടതിൻ്റെ എണ്ണോ നിങ്ങൾ ഇതുവരെ വെട്ടിയതിൻ്റെ എണ്ണോ നോക്കുക. നിർത്തയാക്കൾ 10 മടങ്ങല്ലേ വെട്ടിക്കളഞ്ഞത്. ഇനി അത് നോക്കുക. ഈ മരങ്ങളെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ നെഗറ്റീവ് ചിന്തിക്കാതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഒരു പെർസെപ്ഷൻ ഒന്ന് മാറ്റി ഒന്ന് പോസിറ്റീവ് ചിന്തിച്ച് നോക്കുക. പേഴ്സണായിട്ട് നമുക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ട്. നമ്മുടെ പറമ്പ് 2 മരങ്ങളുണ്ടെങ്കിൽ കഴിഞ്ഞ വേനൽക്കാലത്ത് എൻ്റെ ഗുണം അനുഭവിച്ചതിൽ ആ മാവിൻ്റെ ചവിട്ടി പോരുന്നപ്പോൾ കിട്ടിയ സന്തോഷം, ആ തണുപ്പ്. ഇത് ആ ഒരു മാവിൻ്റെ ചവിട്ടിലാരും ഒരു റൂമുള്ളതെങ്കിൽ ആ റൂമിലിരിക്കുമ്പോൾ കിട്ടുന്ന ആ തണുപ്പ് മറ്റു റൂമുകൾ കിട്ടുന്നുണ്ടോ? ആ പൊടി, റോട്ടിൽ തടിക്കുന്ന പൊടിയെല്ലാം നമ്മൾ വീട്ടിലേക്ക് കയറാതെ തടഞ്ഞു നിർത്തിയ മരങ്ങളില്ലേ. ആ മരങ്ങിയുണ്ടായ ഫ്രൂട്ട്സ് നമ്മൾ ഭക്ഷിച്ചില്ല. അതുപോട്ടെ, ഈ നമുക്ക് ഗ്ലോബിനായിട്ട് ചിന്തിക്കാം. സമൂഹത്തിൽ പൊതുവെയുള്ള വളർന്ന എന്തൊക്കെയാണ് മരങ്ങൾ? നമ്മുടെ അന്തരീക്ഷത്തിലുള്ള 5-1 ഓക്സിജനല്ലേ. ഈ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞാൽ നമ്മൾ ആരും പോകുന്നുണ്ടാവില്ല. മനുഷ്യൻ മൃഗങ്ങളെല്ലാം നമ്മൾ ചുറ്റും പോകുന്ന കെട്ടിടങ്ങളും ഫ്ലാറ്റുകളൊക്കെ അവിടെ കിടക്കുകയുള്ളൂ. ആ ഓക്സിജൻ്റെ അളവ് കൺട്രോൾ ചെയ്ത് പോകുന്നത്, അത് നിയന്ത്രിച്ച് പോകുന്നത് ഈ മരങ്ങളാവില്ലേ. അതുപോലെ ആഗോള താപനത്തിന് കാരണമാകുന്ന ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന ആ ഗ്രീൻ ഹൗസ് ഗ്യാസുകളൊന്നല്ലേ കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുന്നത്, സ്വീകരിക്കുന്നതും ഈ മരങ്ങൾ തന്നെയല്ലേ. ഫോട്ടോസിന്തസിസ് പഠിച്ചിട്ടുള്ള സ്കൂളിലൊക്കെ ആ ഫോട്ടോസിന്തസിസിലൂടെയാണ് നമുക്ക് ആവശ്യമുള്ള അടിസ്ഥാന ഭക്ഷണം ഉണ്ടാകുന്നത്. ഈ ഫുഡ് ഗ്രെയിൻസ് ഒക്കെ ഉണ്ടാകുന്നത്. ആ ഫുഡ് ഗ്രെയിൻസ് നമ്മൾ നേരിട്ട് ഭക്ഷിക്കുന്നു. അവ കഴിച്ചുണ്ടാകുന്ന മറ്റ് ജീവജാലങ്ങളെ നമ്മൾ കഴിക്കുന്നില്ലേ. ഇതിന് അടിസ്ഥാനമായിട്ട് ആ ഭക്ഷണം നമുക്ക് തരുന്നതും ഈ മരങ്ങളാണെന്ന് ഓർക്കണം. ആ മരങ്ങളെയാണ് നമ്മളിങ്ങനെ ശരീരക്കാരായിട്ട് ഒരു ലയബിലിറ്റി ആയിട്ട് നമ്മൾ കണ്ട് വെട്ടി നശിപ്പിക്കുന്നതെന്ന് ഓർക്കണം. ഈ പരിസരത്തിൽ എനിക്കൊന്ന് പറയാനുള്ളതിലുള്ളൂ, അതിനെ ശല്യമായി കാണാതിരിക്കുക. അതിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ഈ വീഴുന്ന ഇലയും ചീഞ്ഞണിഞ്ഞെടുക്കുന്ന കായും ഒക്കെ നമുക്ക് പരിക്കളയാൻ തോന്നും. വൃത്തിയായി തോന്നുകയേ ഇല്ല. അപ്പോൾ ഇതൊക്കെ പ്രതിജ്ഞ എടുക്കാം. ഇതൊരു ഈ പരിസ്ഥിതി ദിനത്തിലെ പലരും ഓരോ ചെടി നട്ടിട്ട് ഒരു പേരയോ അല്ലെങ്കിൽ ഒരു മാവോ നട്ടിട്ട് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടാറുണ്ട്. അതുപോലെ ഈ 360 ദിവസം നമുക്ക് പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കാൻ കഴിയണം. അപ്പോൾ പരിസ്ഥിതി ദിനം വരുമ്പോൾ മാത്രമല്ല നമ്മൾ പരിസ്ഥിതിയെക്കുറിച്ചും മരങ്ങളെക്കുറിച്ചും അത് അടയാളെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. അന്നൊരു മരം നട്ടുകൊണ്ട് മാത്രം പരിസ്ഥിതി തീരില്ല. ഇത് നമ്മുടെ ശീലമായിട്ട് മാറാം. മരങ്ങളെ സ്നേഹിക്കാൻ, പ്രകൃതിയെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ഈ ചിന്തയാണ് നിങ്ങൾക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഹാപ്പി വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ.